ഞാനൊരിക്കൽ ഇത് സൂചിപ്പിച്ചതാണ്. പക്ഷേ ഈ പാഠം ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നതിൻ്റെ കാരണം അത്രമേൽ ഇത് പ്രാധാന്യമുള്ളത് കൊണ്ടാണ്. നിങ്ങളൊരു പക്ഷേ തിരക്കുണ്ട്, ഞാനും നിങ്ങളുമൊക്കെ മറന്നുപോകും. അതുകൊണ്ട് ഈ പാഠം നമ്മുടെ ഹൃദയത്തിൽ ആഴപ്പെട്ടാൽ ഈ ഭാരത്തെയൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഈ പാഠം നമ്മൾ പഠിക്കുന്നത്. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 26-27 വചനം. കൊളോസ്യർ 1:26-27 വചനം വായിക്കാം. യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചുവെക്കപ്പെട്ടിരിക്കുന്ന ഈ രഹസ്യം ഇപ്പോൾ അവിടുന്ന് തന്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ രഹസ്യത്തിന്റെ മഹത്വം വിജാതീയരുടെയിടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത് തന്നെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട്. എന്നെ വളരെ സ്വാധീനിച്ചൊരു വചനമാണിത്. അതായത് നമ്മളൊക്കെ ഇപ്പോൾ വിശുദ്ധ കുർബാന ഇവിടെ എഴുന്നള്ളിച്ചു വെച്ചു. ഈ എഴുന്നള്ളിച്ചു വെച്ച ഈശോയെ നോക്കി നമ്മൾ പ്രാർത്ഥിക്കും. ഈശോയിൽ നിന്നൊരു ശക്തി കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കും. നല്ലതാണ്. പക്ഷേ ഈ പടി വിട്ടിറങ്ങിക്കഴിയുമ്പോൾ ഈ ശക്തി ചോർന്നു പോകും. നമുക്ക് ഈ ആലയത്തിനകത്ത് ഒരു പ്രത്യേക അനുഭൂതിയുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഒന്നിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ, കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. പക്ഷേ പുറമെയുള്ള ഈ ആരാധന അകത്തെ ആരാധനയാക്കണമെന്നാണ് സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ.